ഹരി ഓം. ഇന്ന് ശ്രീമന്നാരായണീയം ദശകം 77 ഉപശ്ലോകോത്പത്തിയും ജരാസന്ധ യുദ്ധവും എന്ന കഥ വിവരിക്കാം. സൈരന്ധ്യാസ്തതനുചിരം സ്മരാതുരായ യാതോ ഭൂസലളിതമുദ്ധവേന സാർദ്ധം ആവാസം ത്വതുപഗമോത്സവം സദൈവ ധ്യായന്ത്യാ പ്രതിദിനവാസസജ്ജികായ. അർത്ഥം: തദനു അതിനുശേഷം ഉദ്ധവർ ഗോകുലത്തിൽ നിന്നും മടങ്ങി വന്നതിൽ പിന്നെ ചിരം സ്മരാതുരായാഹ സദായേവ ത്വതുപഗമോത്സവം ധ്യായന്ത്യാഹ ഏറെ നാളായി ദുഃഖമനുഭവിക്കുന്നവളും ഏതു സമയത്തും അങ്ങ് വന്നു ചേരുകയെന്ന ഉത്സവത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവളും പ്രതിദിന വാസസജ്ജികായാഹ ഓരോ ദിവസവും വാസകസജ്ജയായി വർത്തിക്കുന്നവളുമായ സൈരന്ധ്യാഹ ആവാസം സലളിതം ഉദ്ധവേന സാർദ്ധം യാതഃ അഭൂഹു. സൈരന്ധ്രിയുടെ വാസസ്ഥലത്തേക്ക് വേഷഭൂഷണങ്ങൾ ചന്തത്തിൽ ചാർത്തിയും ഉദ്ധവരോടുകൂടിയും അങ്ങ് എഴുന്നള്ളി. രണ്ടാമത്തെ ശ്ലോകം. ഉപഗതേ ത്വയി പൂർണ്ണമനോരഥാം പ്രമദസംഭ്രമകം പ്രപയോധരാം വിവിധമാനനമാദധത്തീം മുദാ രഹസി താം രമയാഞ്ജകൃഷേ സുഖം. അർത്ഥം: ത്വയി അങ്ങ് ഉപഗതേ സതി വന്നു ചേരുക എന്നത് ഉണ്ടായപ്പോൾ പൂർണ്ണമനോരഥാം പ്രമദസംഭ്രമകമ്പ്രപയോധരാം മനോരഥ പരിപൂർത്തി വന്നവളും സന്തോഷത്താലും സംഭ്രമത്താലും പോർക്കൊങ്കകൾ തുള്ളിത്തുളുമ്പുന്നവളും വിവിധമാനനം മുത ആദധത്തീം പലവിധ സത്കാരങ്ങൾ പ്രീതിയോടെ നന്നായി ചെയ്തു തുടങ്ങിയവളുമായ താം രഹസി സുഖം രമയാഞ്ജകൃഷേ ആ സൈരന്ധ്രിയെ അവിടുന്ന് മണിയറയിൽ ചെന്ന് സുഖമായി രമിപ്പിച്ചു. മൂന്നാമത്തെ ശ്ലോകം. പൃഷ്ടാവരം പുനരസാവവൃണോത്വരാഗീ ഭൂയസ്ത്വയാ സുരതമേവ നിശാന്തരേഷു സായുജ്യമസ്ത്വിതി വതേദ്ബുധയേവ കാമം സാമീപ്യമസ്ത്വനിശമിത്യപി നാബ്രവീത് കിം. അർത്ഥം: പുനഃ പിന്നെ വരം പൃഷ്ടാവരാഗീയസൗ പിറ്റേന്ന് പിരിഞ്ഞു പോകുമ്പോൾ എന്തു വരമാണ് വേണ്ടത് എന്ന് അങ്ങ് ചോദിച്ചപ്പോൾ ഭാഗ്യഹീനയായ അവൾ ഭൂയഃ നിശാന്തരേഷു ത്വയാ സുരതമേവ അവൃണോത് ഇനിയും ചില രാത്രികളിൽ അങ്ങയുമായുള്ള സംഭോഗ സുഖത്തെ മാത്രം ആവശ്യപ്പെട്ടു. ബുധഃ ഏവ സായുജ്യം അസ്തു ഇതി വദേത് കാമം ജ്ഞാനിയാണെങ്കിൽ മാത്രമേ സായുജ്യം ഉണ്ടാകട്ടെ എന്ന് പറയുകയുള്ളൂ എന്നത് ശരി തന്നെയാണ്. അനിശം സാമീപ്യം അസ്തു ഇതി അപി കിം ന അബ്രവീത് എന്നാൽ എപ്പോഴും അങ്ങയോട് സാമീപ്യം ഉണ്ടാകട്ടെ എന്നെങ്കിലും എന്തേ അവൾ പറഞ്ഞില്ല? കാരണം അവൾ ഭാഗ്യഹീനയാണ്, വരാഗിയാണ്. നാലാമത്തെ ശ്ലോകം. തതോ ഭവാൻ ദേവനിശാസു കാസുചിത് മൃഗീദൃശം താം നിഭൃതം വിനോദയൻ അതാതുപശ്ലോക ഇതി ശ്രുതം സുതം സ നാരദാത് സാത്വതതന്ത്രവിദ് ബഭൗ. അർത്ഥം: തതഃ പിന്നീട് ദേവ അല്ലയോ ഭഗവാനെ, ഭവാൻ കാസുചിത് നിശാസു അവിടുന്ന് പിന്നെയും ചില രാത്രികളിൽ മൃഗീദൃശം താം നിഭൃതം വിനോദയൻ ആ മാൻപേട കണ്ണുള്ളവളെ ആവോളം രസിപ്പിക്കുകയുണ്ടായി, വിനോദിപ്പിക്കുകയുണ്ടായി. ഉപശ്ലോകഃ ഇതി ശ്രുതം സുതം അതാത് അങ്ങ് അവൾക്ക് ഒരു പുത്രനെയും നൽകി, അവന് ഉപശ്ലോകൻ എന്നു പേരും കൊടുത്തു. സഹ നാരദാത് ആ ഉപശ്ലോകൻ നാരദ മഹർഷിയിൽ നിന്ന് സാത്വതതന്ത്രവിദ് ബഭൗ സാത്വതശാസ്ത്രം പഠിച്ച് പരമയോഗ്യനായിത്തീർന്നു. സാത്വതമന്ത്രം മഹാവിഷ്ണു
ശാണ്ഡില്യ മഹർഷിക്ക് 5 രാത്രികൾ കൊണ്ട് പറഞ്ഞുകൊടുത്ത ഒരു വിദ്യയാണ്. അതിൽ അഭിഗമനം, ഉപാദാനം, വിദ്യ, സ്വാധ്യായം, യോഗം എന്നിങ്ങനെ 5 വിഷയങ്ങൾ ഉണ്ട്. അത് ഒരിക്കൽ ഉപദേശിക്കുകയുണ്ടായി ശ്രീ മഹാവിഷ്ണു ശാണ്ഡില്യ മഹർഷിക്ക്. ഇതിനെ പഞ്ചരാത്രം എന്ന് പറയുന്നു. സാത്വതന്ത്രത്തിൻ്റെ പ്രധാന ഭാഗം ഇതാണ്. ഇനി അടുത്തത് 5-ാമത്തെ ശ്ലോകം. അക്രൂരമന്ദിരമിതോഥ ഫലോഥവാഭ്യാം അഭ്യർച്ചിതോ ബഹുനുതോ മുദിതേന തേന ഏനം വിസൃജ്യ വിപിനാഗത പാണ്ഡവേയവൃത്തം വിവേദിത തഥാ ധൃതരാഷ്ട്രചേഷ്ടാം. അർത്ഥം: അഥ പിന്നൊരിക്കൽ ബലോദ്ധവാഭ്യാം സഹ അക്രൂരമന്ദിരം ഇതഃ, അവിടുന്ന് ബലരാമനോടും ഉദ്ധവരോടും കൂടി അക്രൂരൻ്റെ ഭവനത്തിലേക്ക് എത്തിച്ചേരുകയുണ്ടായി, എഴുന്നള്ളുകയുണ്ടായി. മുദിതേന തേന അഭ്യർച്ചിത ബഹുനുതഃ ച, അക്രൂരൻ അത്യന്തം സന്തോഷവാനായി. എന്നിട്ട് വേണ്ടതുപോലെ സത്കരിക്കുകയും വളരെ സ്തുതിക്കുകയും ചെയ്തു. ഏനം വിസൃജ്യ, ഈ അക്രൂരനെ പറഞ്ഞയച്ചിട്ട്, വിപിനാഗത പാണ്ഡവേയ വൃത്തം വിവേദിത, കാട്ടിൽ നിന്നും നാട്ടിലേക്ക് വന്ന പാണ്ഡുപുത്രന്മാരുടെ കഥ മനസ്സിലാക്കി. തഥാ ധൃതരാഷ്ട്രചേഷ്ടാം, അപ്രകാരം തന്നെ ധൃതരാഷ്ട്രൻ എന്തൊക്കെ കാട്ടുന്നു എന്നും മനസ്സിലാക്കി. 6-ാമത്തെ ശ്ലോകം. വിഘാതാജ്ജാമാതു പരമസുഹൃദോ ഭോജനിപതേർ ജരാസന്ധേരുന്ധത്യനവധി രുഷാന്ധേത്ഥ മധുരാം രഥാദ്യൈർദ്യോർലബ്ധൈ കതിപയബലസ്ത്വം ബലയുതസ്ത്രയോ വിംശത്യക്ഷൗഹിണി തതുപനീതം സമഹൃഥാ. 6-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: അഥ ജാമാതുഹു പരമസുഹൃദഃ, മക്കളുടെ ഭർത്താവും തൻ്റെ ഉറ്റ സുഹൃത്തുമായ ഭോജനൃപതേഹ വിഘാതാത്, ഭോജരാജനെ കംസനെ വധിച്ചതിനാൽ, ജരാസന്ധേ അനവധിരുഷ അന്ധേ മധുരാം രുന്ധതി സതി, ജരാസന്ധന് അതിർവിട്ട ശുണ്ഠി വന്ന്, കോപം വന്ന്, സാധ്യാസാധ്യ വിചാരശൂന്യനായി മധുരാപുരിയെ വന്ന് നിരോധിച്ചപ്പോൾ, ദ്യോഹോലബ്ധൈഹി രഥാദ്യൈഹി, സ്വർഗത്തിൽ നിന്ന് അയച്ചു കിട്ടിയ തേരും സാരഥിയും, കതിപയ ബലഹത്വം ബലയുതഃ, മറ്റും ഉൾപ്പെട്ട ഒരു ചെറു സൈന്യത്തോടുകൂടി അവിടുന്ന് ഭഗവാൻ താനും ബലഭദ്രനുമായി, തതുപനീതം ത്രയോവിംശത്യക്ഷൗഹിണി സമഹൃതാഃ, ആ ജരാസന്ധൻ കൂടെ കൊണ്ടുവന്നിരുന്ന 23 അക്ഷൗഹിണി സൈന്യത്തെയും സംഹരിച്ചു കളഞ്ഞു, ഭഗവാൻ സംഹരിച്ചു കളഞ്ഞു. ഇവിടെ ജാമാതുഹു എന്നാണ് ജരാസന്ധൻ കംസനെ പറഞ്ഞിരിക്കുന്നത്. അതായത് ജരാസന്ധൻ്റെ മക്കളായ അസ്ഥിയെയും പ്രാപ്തിയെയും കംസനാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ജാമാതുഹു എന്ന് പറയുന്നത്. 7-ാമത്തെ ശ്ലോകം. ബദ്ധം ബലാദഥ ഫലേന ബലോത്തരം ത്വം ഭൂയോ ബലോദ്യമരസേന മുമോചിതൈനം നിശേഷദിഗ്ജയ സമാഹൃത വിശ്വസൈന്യാത് കോന്യസ്തതോ ഹി ബലപൗരുഷവാംസ്തതാനീം. അർത്ഥം: അഥ ബലേന ബലാത് ബദ്ധം ബലോത്തരം യേനം, പിന്നീട് ബലഭദ്രൻ ബലാത്കരേണ പിടിച്ചു കെട്ടിയവനും അസാമാന്യ ബലശാലിയുമായ ഈ ജരാസന്ധനെ ഭൂയഃ ബലോദ്യ അമരസേനത്വം മുമോചിത, വീണ്ടും പടകൂട്ടി വരുമെന്ന രസം വിചാരിച്ച് അങ്ങ് വിട്ടയച്ചു. നിശേഷ ദിഗ്ജയ സമാഹൃത വിശ്വസൈന്യാത് തതഃ, നിരവശേഷമായ ദിഗ്വിജയം നടത്തിപ്പിടിച്ചെടുത്ത സമസ്ത സൈന്യങ്ങളുള്ള ഈ ജരാസന്ധനേക്കാൾ ബലപൗരുഷവാൻ തദാനീം കഃ അന്യഃ ഹി, കരുത്തും പൗരുഷവുമുള്ളവനുമായിട്ട് അക്കാലത്ത് മറ്റാരാണ് ഉണ്ടായിരുന്നത്? 8-ാമത്തെ ശ്ലോകം.
ഭഗ്നഃ സലഗ്നഹൃദയോऽപി നൃപൈ പ്രണുന്നോ യുദ്ധം ത്വയാ വ്യഥിത ഷോഡശകൃത്വ ഏവം അക്ഷൗഹിണീ ശിവ ശിവാസ്യ ജഘന്ഥ വിഷ്ണോ സംഭൂയ സൈകനവതിത്രിശതം തദാനീം. ഭഗ്നഃ സഹ ലഗ്നഹൃദയഃ അപി, അങ്ങനെ തോൽവി പിണഞ്ഞ ആ ജരാസന്ധൻ ആശകെട്ടവനായി എങ്കിലും നൃപൈഹി പ്രണുന്നഃ ഏവം ഷോഡശകൃത്വഃ, രാജാക്കന്മാർ അടിക്കടി പ്രേരിപ്പിക്കുകയാൽ ആദ്യത്തെ പോലെ വീണ്ടും 16 തവണ അങ്ങയുമായി പടവെട്ടി. തദാനീം വിഷ്ണോ, ആ യുദ്ധങ്ങളിലായി വിഷ്ണു അസ്യ സംഭൂയ സൈകനവതിത്രിശതം അക്ഷൗഹിണീഹി, ഈ ജരാസന്ധൻ്റെ ആകെ 391 അക്ഷൗഹിണി സൈന്യത്തെയും ശിവശിവ ജഘന്ധ, ശിവശിവ അങ്ങ് കൊന്നൊടുക്കി. 9-ാമത്തെ ശ്ലോകം. അഷ്ടാദശേസ്യ സമരേ സമുപേയുഷിത്വം ദൃഷ്ട്വാ പുരോധ യവനം യവനത്രികോട്യാ ത്വഷ്ട്രാവിധാപ്യ പുരമാശു പയോധി മധ്യേ തത്രാഥ യോഗബലത സ്വജനാനനൈഷൈ. അർത്ഥം: അസ്യ അഷ്ടാദശേ സമരേ സമുപേയുഷി സതി, 18-ാമതും ദുഷ്ടൻ വട്ടം കൂട്ടി വരും വിധൗ അഥ യവനത്രികോട്യ യവനം പുരഃ ത്വം ദൃഷ്ട്വാ, അപ്പോൾ തന്നെ 3 കോടി യവന സൈന്യത്തോടു കൂടിയ കാലയവനനെ മുന്നിലും അങ്ങ് കണ്ടിട്ട് പയോധിമധ്യേ ആശു പുരം ത്വഷ്ട്രാവിധാപ്യ, കടലിൻ നടുവിൽ പെട്ടെന്നൊരു പട്ടണം വിശ്വകർമാവിനെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് അഥ സ്വജനാൻ യോഗബലതഃ തത്ര അനൈഷി, ഉടനെ തൻ്റെ ആളുകളെയെല്ലാം യോഗൈശ്വര്യം കൊണ്ട് അങ്ങ് മാറ്റിത്താമസിപ്പിച്ചു. 10-ാമത്തെ ശ്ലോകം. പദ്ഭ്യാം ത്വം പദ്മമാലീ ചകിത ഇവ പുരാ നിർഗതോ ധാവമാനോ മ്ലേച്ഛേഷേനാനുയാതോ വധസുകൃതവിഹീനേന ശൈലേന്യലൈഷീ സുപ്തേനാഘ്ര്യാഹതേന ദ്രുതമഥ മുചുകുന്ദേന ഭസ്മീകൃതേസ്മിൻ ഭൂപായാസ്മൈ ഗുഹാന്ത സുലളിതവപുഷാ തസ്ഥിഷേ ഭക്തിഭാജേ. അർത്ഥം: പത്മമാലി, ഒരു താമരപ്പൂമാലയണിഞ്ഞ ത്വം, അവിടുന്ന് ചകിതഃ ഇവ, പേടിച്ചവനെ എന്ന പോലെ, പുരാതനിർഗതഃ പദ്ഭ്യാം ധാവമാനഃ, മധുരാപുരിയിൽ നിന്ന് പുറത്തു കടന്ന് കാൽനടയായിട്ട് ഓടുവാൻ തുടങ്ങി. വധസുകൃതവിഹീനേന മ്ലേച്ഛേഷേന അനുയാതഃ, ഭഗവാന്റെ തൃക്കൈ കൊണ്ട് മരണമേൽക്കാൻ മാത്രമുള്ള സുഹൃതമില്ലാത്ത കാലയവനൻ വിടാതെ ഭഗവാനെ പിന്തുടർന്നു. ശൈലേന്യലൈഷി, അപ്പോൾ അങ്ങ് പർവ്വതത്തിൽ ഒരു ഗുഹയിൽ കടന്നൊളിച്ചു. സുപ്തേന അഘ്ര്യാഹതേന മുചുകുന്ദേന അസ്മിൻ അഥ ദ്രുതം ഭസ്മീകൃതേ സതി, യവനൻ ഭഗവാന്റെ പിന്നാലെ ചെന്ന് മുകുന്ദൻ എന്ന് കൽപ്പിച്ച് വിചാരിച്ച് മുചുകുന്ദനെ, ഉറങ്ങിക്കിടന്ന മുചുകുന്ദനെ അവിടെ ചവിട്ടി. അപ്പോൾ മുചുകുന്ദൻ യവനനെ ഭസ്മീകരിക്കുകയും ചെയ്തു. ഭക്തിഭാജേ അസ്മൈ ഭൂപായ സുലളിത വപുഷ ഗുഹാന്തഃ തസ്ഥിഷേ, ഭക്തിശാലിയായ ആ മുചുകുന്ദ രാജാവിന് അവിടുന്ന് അത്യന്ത സുന്ദര ശരീരനായിട്ട് ഗുഹയ്ക്കുള്ളിൽ ദർശനം കൊടുക്കുകയും ചെയ്തു. ഈ മുചുകുന്ദൻ ആരാണെന്ന് വെച്ചാൽ, മുചുകുന്ദൻ ഇക്ഷ്വാകുകുലത്തിൽ മാന്ധാതാവിൻ്റെ പുത്രനായി ജനിച്ച ഒരാളാണ്. ആ രാജാവ് അസുരന്മാരുമായി പോരാടി വളരെ കാലം ദേവന്മാരെ രക്ഷിച്ചു പോന്നു. തുടർച്ചയായി ഉറക്കമിളിച്ച പരിശ്രാന്തനായ മുചുകുന്ദന് ഒടുവിൽ സുഖസ്വരൂപമായ ഒരു വിശ്രമമാണ് ദേവന്മാർ വരമായി കൊടുത്തത്. അങ്ങനെ ആ മുചുകുന്ദൻ ഉറങ്ങിക്കൊണ്ടിരിക്കെ ആരെങ്കിലും ഉണർത്തിയെങ്കിൽ ആ ഉണർത്തിയവൻ ഉണർന്നവൻ്റെ നോട്ടം, അതായത് മുചുകുന്ദൻ്റെ നോട്ടം തട്ടിയാൽ തന്നെ ഭസ്മമാകുമെന്ന് ആ വരത്തിൽ ഉൾപ്പെട്ടിരുന്നു.
ഈ യവനനാണ് മുചുകുന്ദൻ്റെ ഭസ്മീകരണത്തിന് പാത്രമായത്. ആ മുചുകുന്ദന് ഭഗവാൻ മുകുന്ദൻ ചതുർബാഹുവും മറ്റുമായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ രൂപം തന്നെ കാണിച്ചു കൊടുത്തു. അതായത് ശ്രീകൃഷ്ണൻ കാണിച്ചു കൊടുത്തു, ഭഗവാൻ കാണിച്ചു കൊടുത്തു. ഇനി 11ാമത്തെ ശ്ലോകം. ഐക്ഷ്വാഗോഹം വിരക്തോസ്മ്യഖില നൃപസുഖേ ത്വത്പ്രസാദൈകകാംക്ഷീ ഹാ ദേവേതി സ്തുവന്തം വരവിതതിഷു തം നിസ്പൃഹം വീക്ഷ്യ ഹൃഷ്യൻ മുക്തേസ്തുല്യാം ച ഭക്തിം ധുതസകലമലാം മോക്ഷമപ്യാശു ദത്വാ കാര്യം ഹിംസാവിശുദ്ധ്യൈ തപ ഇതി ച തഥാ പ്രാർത്ഥലോകപ്രതീത്यै. അർത്ഥം: ഹാ ദേവ, അല്ലയോ ദേവ, അഹം ഐക്ഷ്വാകഃ, ഞാൻ ഇക്ഷ്വാകു വംശജനായ ഒരു രാജാവാകുന്നു. അഖില നൃപസുഖേ വിരക്തഃ അസ്മി, രാജാക്കന്മാർക്ക് കിട്ടാവുന്ന എല്ലാ സുഖങ്ങളിലും ഞാൻ വെറുപ്പ് വന്നവനാകുന്നു. ത്വത് പ്രസാദൈകകാംക്ഷി, അങ്ങയുടെ പ്രസാദത്തെ ഒന്നിനെ മാത്രമേ ഞാൻ കാക്ഷിക്കുന്നുള്ളൂ. ഇത് സ്തുവന്തം എന്നിത്രയും പറഞ്ഞ് സ്തുതിക്കുന്ന തം, ആ മുചുകുന്ദന് വരവിതതിഷു നിസ്പൃഹം വീക്ഷ്യ ഹൃഷ്യൻ, വരങ്ങളിലൊന്നിലും ആഗ്രഹം ഒട്ടുമില്ലാത്തവനായി കണ്ടിട്ട് സന്തോഷിച്ച് ധുത സകല മാലിന്യത്തെയും നീക്കിക്കളഞ്ഞിട്ടുള്ളതും മുക്തേഹേ തുല്യാം ച ഭക്തിം ആശു മോക്ഷം അഭിദത്വ, ആകയാൽ മോക്ഷത്തോട് കിടപിടിക്കുന്നതുമായ ഭക്തിയെയും താമസിയാതെ മോക്ഷത്തെയും അനുഗ്രഹിച്ച് ഹിംസാവിശുദ്ധ്യൈ തപഃ കാര്യമിതി ലോകപ്രതീത്यै തഥാ പ്രാർത്ഥ, ഹിംസാദോഷം തീരുവാനായി തപസ്സു ചെയ്യുക തന്നെ വേണമെന്നും മാലോകർക്ക് വിശ്വാസം വരുവാനായി അപ്പോൾ അങ്ങ് അരുളി ചെയ്തു. 12ാമത്തെ ശ്ലോകം. തദനു മധുരാം ഗത്വാ ഹത്വാ ച മൂം യവനാഹൃതാം മഗധപതിനാ മാർഗേ സൈന്യൈ പുരേവ നിവാരിത ചരമവിജയം ദർപ്പായാസ്മൈ പ്രദായ പലായിതോ ജലധിനഗരീം യാതോ വാതാലയേശ്വര പാഹി മാം. അർത്ഥം: തദനു, അതിനുശേഷം, മധുരാം ഗത്വ, മധുരാപുരിയിലേക്ക് ചെന്നിട്ട്, യവനാഹൃതാം ചമൂം ഹത്വ, കാലയവനൻ കൂടെ കൊണ്ടുവന്നിരുന്ന സൈന്യത്തെയെല്ലാം കൊന്നൊടുക്കി, മാർഗേ പുരായിവ, എന്നിട്ട് ദ്വാരകയിലേക്ക് മടങ്ങും വഴിക്ക്, മഗധപതിന സൈന്യൈഹി നിവാരിതഃ, പണ്ടത്തെ പോലെ ജരാസന്ധൻ പടകൂട്ടി വന്ന് അങ്ങയെ തടഞ്ഞു. ദർപ്പായ അസ്മൈ ചരമവിജയം പ്രദായ പലായിതഃ, ഒന്ന് അഹങ്കരിച്ചു കൊള്ളട്ടെ എന്ന് വിചാരിച്ച് ഈ ജരാസന്ധനോ ഒടുക്കത്തേതിൽ ജയം നൽകിയിട്ട് അവിടുന്ന് പിന്തിരിഞ്ഞോടിക്കളഞ്ഞു. ജലധിനഗരീം യാതഃ, അങ്ങനെ ദ്വാരകയിൽ ചെന്നു കൂടുകയും ചെയ്തു. വാതാലയേശ്വര മാം പാഹി, അങ്ങനെയെല്ലാമുള്ള ഗുരുവായൂരപ്പ എന്നെ കാത്തരുളേണമേ.